നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കുവൈറ്റിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1446 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2,69,681 ആയി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.89% കുറഞ്ഞു. വിവിധ ആശുപത്രികളിലായി ചികിത്സയിലായിരുന്ന 8 പേർ മരണമടഞ്ഞതോടെ രാജ്യത്ത് ആകെ മരിച്ചവരുടെ എണ്ണം 1535 ആയി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.77%. 1377 പേരാണ് ഇന്ന് കോവിഡ് മുക്തരായത്. ഇതോടെ രാജ്യത്ത് ആകെ 2,82,888 കോവിഡ് മുക്തരായി. 15,258 ആക്റ്റീവ് കോവിഡ് കേസുകളും തീവ്രപരിചരണ വിഭാഗത്തിൽ 216 പേർ കഴിയുന്നതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് ബാധിതരുടെ എണ്ണം ദിനം പ്രതി കൂടുന്നതിന് ആനുപാതികമായി ഒമാനിലെ ആശുപത്രികളിലെ ICUവിൽ രോഗികൾ നിറയുന്നതിൽ ആശങ്ക. നിലവിൽ 283 പേരാണ് ഗുരുതര രോഗലക്ഷണങ്ങളോടെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നത്. ഇത് റെക്കോർഡ് ICU രോഗികളുടെ എണ്ണമാണ്. ഓരോ ദിവസവും 100-ലേറെ പേർ ആശുപത്രിയിൽ രോഗബാധിതരായി അഡ്മിറ്റ് ആകുന്നുണ്ട്. ഇവരിൽ 10% പേർ ICU ചികിത്സ ആവശ്യമായി വരുന്നവരാണ്. എന്നാൽ ആശുപത്രികളിൽ ആവശ്യത്തിന് സൗകര്യമുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ദോഫാറിൽ ആവശ്യമെങ്കിൽ ഫീൽഡ് ആശുപത്രി തുറക്കുന്നതിനെ സംബന്ധിച്ചും ആലോചനയുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചിരുന്നു. കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിലും ഇന്ത്യയിലേക്കുള്ള യാത്ര, കാർഗോ വിമാന സർവീസുകൾ തുടരുമെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചു. കോവിഡ് വ്യാപനം ഉയർന്ന ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ നിരവധി രാജ്യങ്ങൾ ഇന്ത്യക്കാർക്ക് വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഖത്തർ എയർവേസിന്റെ ആശ്വാസ പ്രസ്താവന. തങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ ഇന്ത്യക്കാർക്ക് പ്രത്യേക സ്ഥാനമാണുള്ളതെന്നും പ്രതിസന്ധികളാൽ പ്രയാസം അനുഭവിക്കുന്ന ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും ഖത്തറിന്റെ ദേശീയ വിമാന കമ്പനിയായ ഖത്തർ എയർവേസ് ട്വീറ്റ് ചെയ്യുകയുണ്ടായി. ഖത്തറിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിന്റെ 2ാം ഡോസിനായി ആദ്യ ഡോസ് സ്വീകരിച്ച ഹെൽത്ത് സെന്ററുകളിലെത്താൻ PHCC പലർക്കും SMS അയച്ചതായി റിപ്പോർട്ട്. ലുസൈൽ, അൽവക്ര എന്നിവിടങ്ങളിലെ ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ സെന്ററുകളിലെ വലിയ തിരക്ക് കാരണമാണ് നടപടി. ആദ്യ ഡോസ് സ്വീകരിച്ച അതേ ഹെൽത്ത് സെന്ററിൽ തന്നെ 2ാം ഡോസ് ലഭിക്കുന്നതായി ഓരോരുത്തർക്കും SMS വരുമെന്നും PHCC അറിയിച്ചു. ആദ്യ ഡോസ് സ്വീകരിച്ചപ്പോൾ ലഭിച്ച വാക്സിനേഷൻ കാർഡ്, ഖത്തർ ID, ഇത്രാസ്, ഗ്രീൻ സ്റ്റാറ്റസ് എന്നിവയാണ് ഇതിനായി ഹാജരാക്കേണ്ടത്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി റാസൽ കൈമയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ ജൂൺ 8 വരെ നീട്ടി. ഫെബ്രുവരി 10 മുതലാണ് ആദ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. ഇതാണ് ഇപ്പോൾ ഏപ്രിൽ 8 വരെ ദീർഘിപ്പിച്ചതെന്ന് ഗവൺമെന്റ് മീഡിയ ഓഫീസ് അറിയിച്ചത്. പബ്ലിക് ബീച്ചുകളിലും പാർക്കുകളിലും ആകെ ശേഷിയുള്ള 70% പേരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. ഷോപ്പിംഗ് മാളുകളിൽ 60% ആളുകൾക്ക് പ്രവേശിക്കാം. പൊതുഗതാഗത സംവിധാനങ്ങൾ, സിനിമാ തിയേറ്ററുകൾ, വിനോദ പരിപാടികൾ, ഫിറ്റ്നസ് സെന്ററുകൾ, ജിംനേഷ്യം, പൂളുകൾ, ഹോട്ടലുകളിലെ പ്രൈവറ്റ് ബീച്ചുകൾ എന്നിവിടങ്ങളിൽ പരമാവധി ശേഷിയുടെ പകുതി ആളുകളെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. റമദാൻ അവസാനത്തിൽ പാതിരാവിൽ നിർവഹിക്കുന്ന ഖിയാമുൽ ലൈൽ നമസ്കാരത്തിന് UAE പള്ളികളിൽ അനുമതി. UAE നാഷണൽ എമർജൻസി ആൻഡ് ക്രൈസിസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. നമസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ പള്ളികൾ അടയ്ക്കും. റമദാനിൽ പള്ളികളിൽ ഭജനമിരിക്കുന്ന ഇഅ്തികാഫിന് അനുമതി നൽകിയിട്ടില്ല. UAEയുടെ വിവിധ മേഖലകളിൽ മഴ. ഫുജൈറ, റാസൽ കൈമ, അൽ ഐൻ എന്നിവിടങ്ങളിൽ സാമാന്യം ശക്തമായിരുന്നു. ചൂട് കൂടുന്നതിന് മുന്നോടിയായുള്ള പ്രതിഭാസമാണിതെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു. ഇന്നു മുതൽ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകൾ ഭാഗികമായി മേഘാവൃതമാകും. പകൽ ചൂട് കൂടും. പൊടിക്കാറ്റിന് സാധ്യതയുണ്ട്. നാളെ ചില മേഖലകളിൽ സാമാന്യം ശക്തമായ മഴയും കാറ്റും പ്രതീക്ഷിക്കാം. ഒമാനിൽ അൽഹജർ മലനിരകളോട് ചേർന്ന മേഖലകളിലും തോഫാർ ഗവർണറേറ്റിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അന്തരീക്ഷം മൂടിക്കെട്ടും. ബിഗ് ടിക്കറ്റിന്റെ അടുത്ത നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ ഇനി 3 ദിവസങ്ങൾ മാത്രം ബാക്കി. മെയ് 3-ന് നടക്കാനിരുന്ന 227-ാം സീരീസ് നറുക്കെടുപ്പിൽ 1.2 കോടി ദിർഹമാണ് സമ്മാനം. 2ാം സമ്മാനമായി 30 ലക്ഷം ദിർഹവും ലഭിക്കുന്നതാണ്. 3ാം സമ്മാനമായി 10 ലക്ഷം ദിർഹവും വിജയികൾക്ക് ലഭിക്കും. ഇതിനു പുറമെ മറ്റ് 5 വിജയികൾക്ക് ഇത്തവണ ബിഗ് ടിക്കറ്റിൽ ക്യാഷ് പ്രൈസുകളുണ്ട്. ഇന്ത്യയിൽ നിന്ന് ബഹ്റൈനിലേക്ക് വരുന്ന യാത്രക്കാർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന വ്യവസ്ഥയിൽ നിന്ന് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഒഴിവാക്കിയതായി എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും അറിയിച്ചു. 6 വയസ്സിൽ താഴെയുള്ളവർക്ക് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ വിമാനങ്ങളിൽ ബഹ്റൈനിലേക്ക് യാത്ര ചെയ്യാം. അതേസമയം ഗൾഫ് എയർ വിമാനങ്ങളിൽ ഇതുവരെ ഇളവ് നൽകിയിട്ടില്ല. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്നാണ് ഗൾഫ് എയർ അറിയിച്ചിരിക്കുന്നത്. സർവ്വദേശീയ തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് മെയ് 2-ന് ബഹ്റൈനിൽ അവധി പ്രഖ്യാപിച്ചു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയാണ് ഇത് സംബന്ധിച്ച് ഇന്ന് സർക്കുലർ പുറത്തിറക്കിയത്. തൊഴിലാളി ദിനമായ മെയ് 1 ശനിയാഴ്ച ആയതിനാലാണ് പകരം മെയ് 2 ഞായറാഴ്ച അവധി പ്രഖ്യാപിച്ചത്.
രാജ്യത്തെ മന്ത്രാലയങ്ങൾക്കും എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും അന്ന് അവധിയായിരിക്കുമെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.